ചാലക്കുടിയിൽ പോലീസ് ജീപ്പ് തകർത്ത സംഭവത്തിൽ ഡിവൈഎഫ്ഐ നേതാവുമായ നിതിൻ പുല്ലൻ കസ്റ്റഡിയിൽ. ഒല്ലൂരിലെ സുഹൃത്തിന്റെ വീട്ടിൽ ഒളിവിൽ കഴിയവെയാണ് ഇയാൾ പിടിയിലായത്. പൊതുമുതൽ നശിപ്പിക്കൽ, വധശ്രമം ഉൾപ്പെടെ ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരമാണ് കേസെടുത്തത്. അതിനിടെ ചാലക്കുടി SIക്കെതിരെ കൊലവിളി പ്രസംഗവുമായി SFI നേതാവ് രംഗത്തെത്തി. ഹെൽമറ്റ് വെക്കാതെ ബൈക്കിൽ റോന്തു ചുറ്റിയ SFI പ്രവർത്തകർക്ക് പോലീസ് പിഴ ചുമത്തിയതാണ് സംഘർഷത്തിന് കാരണം. പ്രകോപിതരായ പ്രവർത്തകർ ഡിവൈഎഫ്ഐ ബ്ലോക്ക് സെക്രട്ടറി നിതിൻ പുല്ലന്റെ നേതൃത്വത്തിൽ പോലീസ് ജീപ്പ് തകർത്തു. ജീപ്പിന് മുകളിൽ കയറിയ നിതിൻ ഗ്ലാസ് ചവിട്ടി പൊട്ടിച്ചു, ബീക്കൺ ലൈറ്റ് നശിപ്പിച്ചു. കൂടുതൽ പോലീസ് എത്തി നിതിനെ കസ്റ്റഡിയിലെടുത്തെങ്കിലും CPIMന്റെ മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെ എത്തി മോചിപ്പിക്കുകയായിരുന്നു. അവിടെ നിന്ന് കടന്നുകളഞ്ഞ നിതിനെ ഒല്ലൂരിൽ ഒളിവിൽ കഴിയുന്നതിനിടെയാണ് പോലീസ് വീണ്ടും പിടികൂടിയത്. കേസിൽ പിടിയിലായ ഡിവൈഎഫ്ഐ SFI പ്രവർത്തകരായ ജിയോ ഷമീം, ഗ്യാനേഷ്, വിൽഫിൽ എന്നിവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. അതേസമയം കൊലവിളി പ്രസംഗവുമായി SFI നേതാവ് രംഗത്തെത്തി. ചാലക്കുടി SI അഫ്സലിനെ തെരുവുപട്ടിയെ പോലെ തല്ലുമെന്നായിരുന്നു SFI കേന്ദ്ര കമ്മിറ്റി അംഗം ഹസൻ മുബാറക്കിന്റെ ഭീഷണി. കുറെ ദിവസമായി ചാലക്കുടി അങ്ങാടിയില് തൊടല് പൊട്ടിച്ച പേപ്പട്ടിയെ പോലെ കാക്കിയടിഞ്ഞുകൊണ്ട് നടക്കുന്നു. ഈ പട്ടിയോട് ഞങ്ങൾ കൊന്നേ പറയാനുള്ളൂ. തെരുവ് പട്ടിയെ തല്ലുന്നതുപോലെ ചാലക്കുടി പട്ടണത്തിലിട്ട് ഈ പട്ടിയെ ഞങ്ങൾ തല്ലുമെന്ന് പറയുന്ന സംഘടന SFI ആണ്. പോലീസ് ജീപ്പ് തകർത്തവരെ ന്യായീകരിച്ച് CPIM രംഗത്തെത്തി. SFI പ്രവർത്തകരെ മർദ്ദിച്ച ചാലക്കുടി SI അഫ്സലിനെതിരെ നടപടി വേണമെന്നും CPIM ഏരിയ കമ്മിറ്റി ആവശ്യപ്പെട്ടു. 24 തൃശൂർ.